കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും തന്റെ വിശുദ്ധ മരണം കർത്താവിന് അമൂല്യമാണ്. ദൈവദാസൻ ജോസഫ് പന്നിക്കാരനച്ഛന്റെ സ്വർഗയാത്രയുടെ വിശുദ്ധ ദിനത്തെ സ്മരിക്കുന്ന ഈ പുണ്യദിനങ്ങളെ നന്ദിയോടെ ഈ പരിശുദ്ധ ബലിപീഠത്തിൽ അർച്ചനയേകാം. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിത പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജോസഫ് പന്നിക്കാരനച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ജീവജലത്തിന്റെ അരുവിയാണ് ധർമ്മഗിരി. സദാ പുരുഷനേക്കും ദിവ്യകാരുണ്യത്തിലേക്കും നോക്കിയിരുന്ന ആ വൈദികന്റെ ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകിയ ദൈവസ്നേഹത്തിന്റെ നിമിഷ പാവപ്പെട്ടവരിലേക്കും ആലംബഹീനരിലേക്കും രോഗികളിലേക്കും അധകൃതത്തിലേക്കും ദാഹിക്കുന്നവരിലേക്കും ക്രിസ്തു സ്നേഹമായി ഒഴുകിയെത്തി ആത്മരക്ഷയായി കവിഞ്ഞൊഴുകി. ആ വിശുദ്ധ ജലം ഇന്നും അനേകർ പാനം ചെയ്തുകൊണ്ട് ദേവദാസൻ ജോസഫ് പന്നിക്കാരനച്ഛന്റെ മാധ്യസ്ഥം തേടി കടന്നു വരുന്നു. ഈ പുണ്യദിനത്തിന്റെ കൃപകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അഭിഷേകത്തിന്റെ നിർച്ചാൽ കരകവിഞ്ഞെഴുതുന്ന ഈ തിരുവൽത്താരയിലേക്ക് നിയോഗങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, സുഖസന്തോഷങ്ങൾ നമുക്ക് ചേർത്തിരിക്കാം. ഇതിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുവാൻ പരിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ആനയിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ബിഷപ്പ് അലക്സ് താരാമംഗലമാണ്. പ്രശസ്തനായ ആത്മീയം സുവിശേഷ പ്രഘോഷകനും ആത്മീയ നേതാവും മാനന്തവാടി രൂപതയുടെ സഹായകർത്താനുമായ അഭിമന്യ പിതാവിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശ്വരനായി നാം എല്ലാവരും അണഞ്ഞിരിക്കുകയാണല്ലോ. ദേവദാസനായ മനുഷ്യനോർ പന്നിക്കാരനച്ഛന്റെ മാധ്യസ്ഥവും കൂടി പ്രത്യേകമായ വിധത്തിൽ യാചിച്ചുകൊണ്ട് നമ്മളെല്ലാ നിയമങ്ങളും കർത്താവിനെ കുറിച്ചുള്ള ഭക്തിയോടെ നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കും.
സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതിക്കണം. സ്വർലോകത്തിൽ സർവേശ്വരനും സ്തുതിക്കണം. പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പോയിരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ
ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നമ്മൾ ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് വിരോധിച്ച് സൃഷ്ടിക്കുകയും അങ്ങ് കഴിഞ്ഞ് നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
സഹോദരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പറഞ്ഞുകൂടെ, കേട്ടിട്ടില്ലേ? ആരംഭം മുതൽക്കേ നിങ്ങളോടിത് പറഞ്ഞിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ? ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവരാണ് അവിടുന്ന്. ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ്. അവിടുന്ന് ആകാശത്തെ തിരശ്ശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു. നട്ടയുടനെ വിതച്ചയുടനെ വേരെടുത്തയുടനെ അവിടുത്തെ വിശ്വാസത്തിൽ അവ കഴിഞ്ഞു പോകുന്നു. വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തി കളയുന്നു. ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു. നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ. ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രായേലേ, എന്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ും
ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചതർപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം നിലയ്ക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ കറുത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കെരുവുകൾ ഉണ്ടായിരുന്നു. അർപ്പിക്കുന്നവന്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലനിന്നിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ സാധനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും കരുതിയിരുന്നു. മണവാളൻ വരുവാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവരും എന്ന് ആർത്തുവിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യങ്ങൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളും. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടൊത്ത് വിവാഹത്തിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല.
സ്വീകരിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഇടക്കാളമേ, തങ്ങൾ കൗൺസിലേഴ്സ്, പ്രൊവിൻഷ്യൽസ്, അതുപോലെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ദൈവ ജനമേ, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. നാം ദൈവദാസനായ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനെ പ്രത്യേകമായി അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഒരുപക്ഷെ തിരുനാൾ ദിനങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ദൈവദാസ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുവാൻ തിരുസഭ മാതാവ് നമ്മെ അനുവദിക്കുകയാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനമായതുകൊണ്ട് ഈ പ്രത്യേക മധ്യസ്ഥത്തോടെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ആരാധനാ സമൂഹത്തിൽ പങ്കായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ഈ ആശംസകൾ കൈമാറുകയും ചെയ്യാം. എന്നെ നല്ല വാക്കുകളിലൂടെ സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഈ കർമ്മഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ജനറാളമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ആദ്യമാണ് ഗോതമംഗലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, ബിഷോസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗോതമംഗലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഈ പ്രദേശത്തെ കുറിച്ച് ഒരു പരിചയമില്ല എന്ന് പറഞ്ഞപ്പോൾ ചൊല്ലുന്നതിൻ്റെ മലയാളത്തിലുണ്ടല്ലോ, അമ്മ അതിനെ ഓർമ്മിച്ചു, ഏതപ്പാ ഗോതമംഗലം. ആ മണ്ണിൽ എനിക്ക് കാര്യങ്ങളൊന്നും ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. അതുപോലെ തന്നെ ദൈവദാസനാണ് എന്നറിയാമെങ്കിലും ദൈവദാസനായ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനെ കുറിച്ചും കാര്യമായി എനിക്ക് ഒന്നും തന്നെ പരിചയമില്ല. എങ്കിലും ഈ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അല്പസമയം അദ്ദേഹത്തെക്കുറിച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയത് MSJ സന്യാസിനി സമൂഹത്തിൻ്റെ സെൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ ഭാഗമായ, അല്ലെങ്കിൽ മറ്റു വാക്കുകളിൽ പറഞ്ഞ കോഴിക്കോട് പ്രൊവിൻസ് എന്നോ അല്ലെങ്കിൽ മലബാർ പ്രൊവിൻസ് എന്നൊക്കെ പറയുന്ന അവിടെയുള്ള സഹോദരന്മാരുടെ താല്പര്യം കൊണ്ടാണ് എനിക്കിവിടെ വരുവാൻ അവസരമൊരുക്കിയത്. നമ്മൾ അവരുടെ സ്നേഹത്തിനും ഇതിനുള്ള സജ്ജീകരണത്തിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഈ കുർബാനയിൽ എന്നോടൊപ്പം നിന്ന് കുർബാനയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വികാരിച്ചിനും വന്നിട്ടുണ്ട്. ഞാൻ അച്ഛനെ കുറിച്ച് ഞാൻ ഡിസ്വേഡ് ചെയ്തിട്ട് നിരുത്സാഹപ്പെടുത്തി. കാരണം ഞായറാഴ്ചയാണ് അച്ഛൻ 2 കുർബാന ചെല്ലിയിട്ടുണ്ടാവും, ഇനി ഒന്നുകൂടി ചെല്ലുന്നത് അച്ഛന് ഭാരമായില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. രൂപത്തിലാണെന്നേ ഉള്ളൂ, അവിടുത്തെ അധ്യാപകനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ആ ഊഷ്മള ബന്ധത്തിൽ നിന്നാണ് അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി ഈ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഞാൻ മാനന്തവാടിയിൽ ഓക്സിലറി ആയിട്ടാണ്, സഹായ മെത്രാനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെ സഹായിക്കുന്നു? അവിടുത്തെ ബിഷപ്പ് ജോസഫ് കുരുന്നേടം പിതാവിൻ്റെ ക്ലാസ്മേറ്റ് ഈ വശത്തിരിപ്പുണ്ട്. അച്ഛനും ഈ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുന്ന അറിയുന്നതിലും സന്തോഷം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും കാണാനും ഇങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ദൈവദാസന് മാധ്യസ്ഥം ഒരുമിച്ച് ധ്യാനിക്കാനും അവസരം കിട്ടിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദൈവദാസൻ്റെ ഈ മോൺസിഞ്ഞോറിൻ്റെ ജീവിതത്തെ കുറേ വർഷങ്ങൾ മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. ഇവിടെ കുറച്ച് യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള സ്റ്റുഡൻസാണെന്ന് തോന്നുന്നു ഇരിപ്പുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്നറിയോ? അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് പരീക്ഷിക്കരുത് അല്ലേ? സോറി, ചോദിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചിരിക്കണം. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് മാത്രം പോരാ, അത് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത് അറിയണ്ടേ? ഇവർക്കറിയായിരിക്കും അല്ലേ? വർഷങ്ങളൊക്കെ അറിയില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. കുറേ വർഷങ്ങൾക്ക് ജീവിച്ച് കടന്നുപോയ ഒരാളുടെ കഥയാണ് പറയുന്നത്. 1949 നവംബർ 4 മരിച്ച ഒരാളെയാണ്
നാളെ പ്രത്യേകം ഇതിൽ അനുസ്മരിക്കുന്നത്. അതാണ് ഈ തിരുനാളായിട്ട് എന്താ ഈ നവംബർ മാസത്തിൽ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? അപ്പം എന്നിട്ടാണ് ചോദ്യത്തിന് ഉത്തരം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ അദ്ദേഹം തമ്പുരാൻ്റെ മക്കൾ ഇവിടെ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്ത് പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം 1949 സ്വർഗപ്രവേശനം നടത്തി തമ്പുരാൻ്റെ പക്കലെത്തി. അങ്ങനെയുള്ളത് അനുസ്മരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇത് സാധിച്ചത്? സ്വാഭാവികമായിട്ട് ആ ചോദ്യം ഉണ്ടാവണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ സ്വർഗപ്രവേശനം നടത്തുക, ഇങ്ങനെ സ്വർഗത്തിൽ ഉറപ്പോടുകൂടി എത്തി എന്ന് തിരുസഭാ നേതൃത്വം അംഗീകരിക്കുമാറ് ഒരാളിങ്ങനെ കടന്നുപോയിരിക്കുന്നു എന്ന് പറയുന്നത് സാധിക്കുക എന്നതിങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചൊക്കെ വായിക്കാൻ കിട്ടിയ സമയം കൊണ്ട് കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ് പോയത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഇത് സാധിച്ചത്, അദ്ദേഹവും നമ്മളെ പോലുള്ള ഒരു ചെറുപ്പകാലമൊക്കെ, ഞാൻ ആ കൂട്ടത്തിൽ കൂടുന്നില്ലാട്ടോ നിങ്ങളിവിടെ നമുക്ക് കഴിഞ്ഞ ആളായതുകൊണ്ട്, നമ്മളെ പോലെ ചെറുപ്പകാലവും ഇങ്ങനെ ഒരു ഭൗമിക ജീവിത സാഹചര്യങ്ങളും ഈ കേരള മണ്ണിലൂടെയൊക്കെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നടന്നു പോയ ഒരാളാണല്ലോ. അപ്പം ഇങ്ങനെ കടന്നുപോയ ഒരാൾ നന്നേ ചെറുപ്പത്തിലെ തന്നെ ഏതോ വിധത്തിലുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു ബോധ്യത്തിലേക്ക് മാറി. ആ ബോധ്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. എന്ത് ബോധ്യമാണ് ലഭിച്ചത്? ആ ബോധ്യത്തിനെ ഞാൻ ഇങ്ങനെ ഒരു പേരിടുകയാണ്. നമുക്ക് ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിന് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം എന്തെന്ന് കൃത്യം കണ്ടെത്തുന്നു. ആ ലക്ഷ്യത്തിനായി പിന്നെയുള്ള ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വർഗപ്രവേശനത്തിന് അദ്ദേഹത്തെ ഒരുക്കിയ രഹസ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിന് നിയതമായ ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായി ജീവാർപ്പണം നടത്തുമ്പോൾ നമ്മളും ഇതുപോലെ സ്വർഗപ്രവേശനത്തിന് യോഗ്യരായി തീരുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ടെത്താനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമ്മുടെ പുറത്തുള്ള ലോകം, പള്ളിക്കുള്ളിലുള്ള ലോകം, സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ സമർപ്പിതരുടെ ലോകം, അവർ ഒരു പ്രത്യേകമായ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. എന്നാൽ പുറത്തുള്ള ലോകം ജീവിതത്തെക്കുറിച്ച് പറയുന്നൊരു ചെറിയ വാക്കുണ്ട്. എന്നാന്നറിയാമോ? ജീവിതത്തിന് പ്രത്യേകമായ ലക്ഷ്യമൊന്നുമില്ല, കൃത്യമായ ലക്ഷ്യമൊന്നുമില്ല. അതിനാൽ എന്താ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോകുക, അങ്ങനെ ജീവിച്ച് തീർക്കുക, കിട്ടിയ സമയം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുക എന്ന രീതിയിൽ ചിന്തിക്കുകയാണ്. അത് കൂടുതലായിട്ട് കടന്നു വന്നു കഴിഞ്ഞാലോ, അതിശക്തമായി ഒരുവന്റെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാലോ അതൊരു നിരാശയായി മാറും. അത് നിരാശയായി തീരുക മാത്രമല്ല, ജീവിതത്തെ തകർത്തും കളയും. അടുത്ത കാലത്ത്, കൃത്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രതിശീർഷ വരുമാനം ഏറ്റവും അധികമുള്ള ഒരു രാജ്യത്ത് ജപ്പാനാണ് ആ സ്ഥലം. ജപ്പാനിലെ ഉന്നത സ്ഥാനീയരായിരുന്ന യുവജനങ്ങളുടെ ഇടയിലെ ഒരു പ്രത്യേക അരാജകത്വത്തെ കുറിച്ച് ഒരു പഠനം നടത്തേണ്ടതായിട്ട് വന്നു. നല്ല പൊസിഷനിൽ ഗവൺമെന്റ് ജോലികളും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലര് അവരുടെ ജീവിതത്തോട് വിട പറയാൻ തുടങ്ങി, സ്വന്തം ജീവിതത്തോട് വിട പറയാൻ തുടങ്ങി. ഉടനെ തന്നെ അവിടുത്തെ ഭരണകർത്താക്കൾ ഈ പ്രശ്നം ഗൗരവമായിട്ടെടുത്തു. എന്താണ് ഞങ്ങളുടെ രാജ്യത്തിന് സംഭവിച്ചത്? അതൊരു വലിയ സംരംഭമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതായത് അവർ അതിനെക്കുറിച്ചുള്ള പഠനം നടത്താൻ തീരുമാനിച്ചു. അവർ കണ്ടെത്തിയത് എന്താണെന്നറിയുമോ? അവർ കണ്ടെത്തിയ കാഴ്ച ഇതാണ്: ഇങ്ങനെ കടന്നുപോയ വ്യക്തികളെല്ലാവരും തന്നെ ചെറിയൊരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു സംഭാഷണം ഇങ്ങനെ നടത്തിയിട്ടാണ് കടന്നു പോകുന്നത്. നേടേണ്ടതെല്ലാം നേടി, ഇനി ഒന്നും കാര്യമായിട്ട് നേടാനില്ല, അതിനാൽ വിട പറയുകയാണ് എന്നും പറഞ്ഞാണ് കടന്നുപോയത്. ഓർത്തു നോക്കുക, ജീവിതത്തില് നിയതമായ
ലക്ഷ്യമില്ല എന്നത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ജീവിക്കണം എന്ന് തോന്നുന്ന, ജീവിതത്തോട് തോന്നുന്ന രസം, ജീവിതത്തോട് തോന്നുന്ന സ്വാദ്, ടേസ്റ്റ് ഓർ ലൈഫ്, അത് നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് നമ്മുടെ മോൺസിഞ്ഞോർ ഈ ദൈവദാസനൊക്കെ ലഭിച്ച ഉൾക്കാഴ്ച എത്രയോ സുപ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിന് വീട്ടിലെ നല്ല അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ ഇങ്ങനെയൊക്കെ വിലയിരുത്താനായിട്ട് കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ദിശാബോധം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഏക യാഥാർത്ഥ്യമേ ഉള്ളൂ എന്നും തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ഇത് മനസ്സിലാക്കാനായി എങ്ങോട്ട് തൻ്റെ ദൃഷ്ടി തിരിച്ചു എന്നുള്ളതാണ് നമ്മളെയും ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്നത്. അദ്ദേഹം എങ്ങോട്ടാണ് നോക്കിയെന്നറിയുമോ? അദ്ദേഹം നോക്കിയത് ഈശോയിലേക്കാണ്. ഈശോയിലേക്ക് നോക്കി, ഈശോയെ ധ്യാനിക്കാനായിട്ട് തുടങ്ങി, ഈശോയെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. തിരുവചനങ്ങളിലൂടെ ഈശോയുടെ സന്ദേശത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. ആ വ്യക്തിത്വത്തെ, അതിന്റെ അകവും പുറവും മനസ്സിലാക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ സന്യാസിനി സമൂഹത്തിലുള്ളവർക്കറിയാം, ഈശോയെ ഈശോയുടെ ദൈവിക ഭാവത്തിലും ഈശോയുടെ മാനുഷിക ഭാവത്തിലും വളരെ അടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമം നടത്തിയപ്പോൾ ജീവിതത്തിലെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി. അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്താണ് ലക്ഷ്യം എന്നറിയുമോ? അദ്ദേഹം കണ്ടെത്തുകയാണ്, ജീവിതം ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്താണത്? ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റുക. പുരോഹിതരുടേതാവട്ടെ, സമർപ്പിതരാകട്ടെ, ഞങ്ങളെപ്പോലുള്ള ജോലി ചെയ്യുന്നവരുടേതാകട്ടെ, ഏതൊരുവന്റെയും ജീവിത ലക്ഷ്യം എന്താണ്? തിരുഹിതം നിറവേറ്റുന്നവരാകുക, ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റുന്നവരാകുക എന്നുള്ളതാണ്. ഇങ്ങനെ തിരുമനസ് നിറവേറ്റാനായിട്ട് തയ്യാറാകുന്ന പ്രക്രിയയിൽ എന്താ സംഭവിക്കുക? ജീവിതം എന്നതിനെ കുറിച്ച് തന്നെ പഠിപ്പിക്കാനായും ഈശോയിൽ നിന്ന് അദ്ദേഹത്തിന് വഴി കിട്ടുകയാണ്, പ്രകാശം കിട്ടുകയാണ്. എന്താണ് അങ്ങനെ കിട്ടുന്നത്? ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ജീവിതം എന്ന് പറയുന്നത് അവരന് വേണ്ടി ഇല്ലാതാകുക എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് അവരന് വേണ്ടി ഇല്ലാതാകാനാണ്. ഈശോ എങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കുമായി ഇല്ലാതായി കിടക്കുകയാണ്. നോക്കുക, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ക്രൂശിന്റെ രൂപമുണ്ട്. ഈ രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഈശോയെ കുറിച്ച് അല്പനേരം ധ്യാനം നിർലീനരായിരുന്നാൽ ഈ കിടപ്പ് എന്തിനാണ് എന്നതിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവശാസ്ത്രത്തിൽ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ഇങ്ങനെ കിടക്കുകയാണ്. 3 ആണികളിലുള്ള കിടപ്പാണ് എന്ന് ഓർക്കണം. എന്തൊരു ക്രൂരമായ വേദന സഹിച്ചുകൊണ്ടാണ് ഈശോ അങ്ങനെ കിടന്നത് എന്നത് നമ്മളതിന് ധ്യാന വിഷയമാക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനിടയിൽ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിനിടയിൽ ഈശോ നല്ല കള്ളനോട് സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്, പ്രിയസ്ത ശിഷ്യനോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവൾ ഓർക്കണേ, ഇങ്ങനെ തൂങ്ങി കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട് വേദന സഹിച്ച് കിടക്കുന്ന ഈശോയ്ക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ശ്വാസം ആവശ്യത്തിന് എടുക്കണം. ഇങ്ങനെ ശ്വാസം എടുക്കുവാനായിട്ടുള്ള ആ ശ്രമത്തിനിടയിൽ വീണ്ടും ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് മാത്രമേ ബലം കൊടുത്തുകൊണ്ട് ശ്വാസം എടുക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇങ്ങനെ വേദനിച്ച് കിടക്കുന്ന നാഥൻ, ഈ നാഥന്റെ ഈ കിടപ്പിനെ ദൈവശാസ്ത്രം ചിന്തിക്കുമ്പോൾ പറയുകയാണ്, ലോകത്തെ മുഴുവനെയും തന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി കാൽവരിയിൽ തന്റെ കരങ്ങൾ ഈശോ വിരിക്കുകയായിരുന്നു. അവരിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതാണ്. എല്ലാവരെയും തന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി കാൽവരിയിൽ കരങ്ങൾ വീശി ഈശോയുടെ രീതിയിൽ മോൺസിഞ്ഞോറിന് തോന്നി തന്റെ ജന്മം ഇതുപോലെ മറ്റുള്ളവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ളതാണ്. പഴയ ഭാഷയിലെ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ആത്മാക്കളെ നേടാനാണ് എന്റെ ജീവിതം. ആത്മാക്കളെ നേടുക. ആത്മാക്കൾ എന്ന് പറയുന്നത് എന്താണ്? നാം ഓരോരുത്തരും
നമ്മുടെ ആത്മാക്കളെ നേടുന്നപ്പോഴാണ് നാം ഈശോയെ അറിയുമ്പോൾ. അതിനാൽ എല്ലാവരും ഈശോയെ അറിയാനായിട്ടുള്ള വഴികളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ നോക്കുമ്പോൾ മോൺസിഞ്ഞോറിന് ഞാൻ ഇങ്ങനെ ഒരു വാക്ക്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നാമം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മോൺസിഞ്ഞോർ ദേവദാസനായ മോൺസിഞ്ഞോർ പഞ്ഞിക്കാരൻ ഒരു ജ്ഞാനിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജ്ഞാനം ഉള്ളിൽ ഏറ്റുവാങ്ങിയ ഒരു ദിവ്യ മനുഷ്യനായിരുന്നു അത്. അപ്പോൾ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ചിലരെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളും കൂടെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിന്തകളെ ഒരു പ്രത്യേക രീതിയിലേക്ക് തിരിച്ചുവിടുകയാണ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കരങ്ങളിൽ കിട്ടുന്ന ഒരു സാധനമല്ല. നമുക്ക് എന്താ സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകളെ വിലയിരുത്തിയിട്ടുണ്ടാവില്ല. ഇതിന് പല ഘട്ടങ്ങളിലൂടെ നോക്കി കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒത്തിരിയേറെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻസ്. നമ്മുടെ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം വിവരങ്ങളാണ് വരിക. TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ഇൻഫർമേഷൻസ് കിട്ടുന്നു. പത്രമാധ്യമങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ, റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ വിവരങ്ങൾ നമുക്കിങ്ങനെ കിട്ടുകയാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി വന്നതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. കൃത്രിമ വിവരങ്ങൾ ധാരാളം ഇന്നുണ്ട്. ഏതാണാവോ ശരി, നമ്മളിന്ന് സംശയിക്കേണ്ടി വരികയാണ്. അതിനാൽ വിവരങ്ങൾ, ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ എല്ലാം അറിവുകളെല്ലാം അറിവുകളല്ലാത്തതിനാൽ ഇത് ആർജിക്കുന്ന, ഇത് സമ്പാദിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ ഇത് യഥാർത്ഥ അറിവാണോ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. ഇനി അടുത്ത ഘട്ടം, വിവരങ്ങളുടെ ഘട്ടം കഴിഞ്ഞ് അടുത്ത അറിവിന്റെ തലത്തിലെത്തുകയാണ്. എങ്ങനെയാണ് അറിവ്? നിങ്ങൾ കോളേജുകളിലൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നവരാകും, അല്ലെങ്കിൽ വേറെ രീതിയിലും പുസ്തകങ്ങളിലൂടെ ധാരാളം അറിവ് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ഈ അറിവിനും ഒരു പ്രത്യേക പാരാമീറ്ററുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം എന്നറിയുമോ? അറിവാകണമെന്നുണ്ടെങ്കിൽ അത് സത്യമാവണം. പക്ഷേ ഇന്നും ധാരാളം കാര്യങ്ങൾ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ പോലും അസത്യങ്ങളെ സത്യങ്ങളായി അവതരിപ്പിക്കുന്നതിനാൽ, പലതും വിശ്വസിക്കാൻ കൊള്ളില്ലാത്തതിനാൽ, പല അറിവുകളും വ്യാജങ്ങളാണ് എന്നതിനാൽ അവിടെയും നമ്മൾ വീണ്ടും അപകടത്തിൽപ്പെടുകയാണ്. അതിനാൽ ഡിഗ്രികൾ കിട്ടാൻ വേണ്ടി തൽക്കാലം അക്കാഡമിക് ഇയർ പരീക്ഷകളൊക്കെ പാസ്സാകുക, പക്ഷെ പഠനം പൂർത്തിയായി എന്ന് കരുതരുത്. ഇനിയും നമുക്ക് ഒത്തിരി മണ്ഡലങ്ങൾ താണ്ടേണ്ടതുണ്ട്. വിവരങ്ങളിൽ നിൽക്കരുത്. അടുത്ത ഘട്ടം അറിവ് നേടണം. ആ അറിവിൽ അസത്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയണം. ഇവ രണ്ടും നൽകാത്ത ഒരു ഘട്ടമുണ്ട്. അതിന്റെ പേരാണ് വിസ്ഡം. അതാണ് ജ്ഞാനം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കലാലയങ്ങളിലും ജ്ഞാനം നൽകപ്പെടുന്നതായി നമ്മൾ കാണുന്നില്ല. എനിക്ക് ഏകദേശം ഭാരതത്തിന്റെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു കലാലയങ്ങളും നമുക്ക് വിസ്ഡം പങ്കുവെച്ച് തരുന്നില്ല. വിസ്ഡം എങ്ങനെ ലഭിക്കും? എന്താണ് ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത? അത് കാലാതീതമായ ഉൾക്കാഴ്ചകളാണ്. വാക്കുകൾ ശ്രദ്ധിക്കണേ, കാലാതീതമായ ഉൾക്കാഴ്ചകളാണ്. ഈശോയുടെ പ്രബോധനത്തിന്റെ പ്രത്യേകത എന്താണ്? അതെത്ര തലമുറകൾ മാറിയാലും മനുഷ്യരാശി എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ, പ്രപഞ്ചം എന്ന യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ, അതിലെ ഒരു ഉൾക്കാഴ്ചയും മാറ്റിമറിക്കാനാവില്ലാത്ത വിധത്തിലുള്ള ഉൾക്കാഴ്ചകളുടെ സമാഹാരമാണ് ജ്ഞാനം. ഒരു ജ്ഞാനി അതിനാൽ ആരാണ്? ഇത്തരം ക്രാന്ത ദർശനങ്ങളെ ഉള്ളിൽ പേർന്നവരാണ്. ഈ മോൺസിഞ്ഞോർ ഒരു ജ്ഞാനിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ ഉൾക്കാഴ്ചയിലേക്ക് അദ്ദേഹത്തെ ദൈവം എത്തിച്ചു. അദ്ദേഹം അതിനു വേണ്ടി കൊതിച്ചു. തിരുമുമ്പിൽ അദ്ദേഹം അതിനു വേണ്ടി കാത്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മെ പോലെ ദേവാലയത്തിൽ അദ്ദേഹവും കടന്നു വരുമായിരുന്നു. ഇതുപോലൊരു സക്രാരിയുടെ മുമ്പിൽ അദ്ദേഹവും വന്ന് നിൽക്കുമായിരുന്നു. നിൽപ്പ് മാത്രമല്ല, മുട്ടുകുത്തി കൈകൾ കൊപ്പി കാത്തിരിക്കുമായിരുന്നു. ഈ ജഗന്നാഥന്, ഈ അഖില ലോക സൃഷ്ടാവ് തന്നെയും പരിപാലിക്കാൻ വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി കൈകൾ കോപ്പി കണ്ണുകളടച്ച് തിരുസന്നിധിയിൽ നിന്ന് പണ്ട് പ്രാർത്ഥിച്ച ആ ഒരു മോൺസിഞ്ഞോറിനെ ഒന്ന് സ്വപ്നം കാണുക.
ആ കബറിടത്തിന്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണ്ട് 1949 അതേ വാഗ്ദാനത്തിനനുസരിച്ച് ഒരു ഏകാന്തത, ഒരു വിജനമായ സ്ഥലത്ത് അടക്കപ്പെട്ട് കല്ലറ, ആ കല്ലറയെ അവിടെ ഇങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചതേ ഉള്ളൂ. ഒരേ പ്രോപ്പർട്ടി തന്നെ ഇവിടെ സ്ഥാപിതമായ ഈ കല്ലറ, ഈ കബറിടം അന്ന് ഏകാന്തതയിൽ വിജനതയിൽ നടത്തപ്പെട്ട ഒരു ശവസംസ്കാരം. ആരും വളരെ കുറച്ച് പേരൊക്കെ കടന്നില്ലേ ഉള്ളൂ. എൻ്റെ മക്കൾ വന്ന് പ്രാർത്ഥിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ സന്യാസികളൊന്നും പിന്നെ പ്രാർത്ഥിച്ചുകൊള്ളും എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് കല്ലറ ആദ്യം കടന്നത്. പക്ഷേ ഇന്ന് തീർത്ഥാടന കേന്ദ്രമായി മാറി എന്ന് പറയുമ്പോൾ നോക്കൂ, ജ്ഞാനത്തോട് സഹകരിച്ചപ്പോൾ നമ്മുടെ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ജന്മങ്ങൾ ആകെ മാറുകയാണ്. ഓർത്ത് നോക്കിക്കേ, 18 or 20 പേരുടെ അകപ്പടിയോടുകൂടി മാത്രം നടന്ന ഒരു ശവസംസ്കാരമാണ് പണ്ട് ഭരണകാലത്ത് നടന്നത്, അക്കോൻ സ്വാമിയുടെ. പക്ഷേ പിറ്റേ ദിവസം മുതൽ അവിടെ എങ്ങനെയാണ് ആളുകൾ ചെന്ന് തിരികൊളുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? ആദ്യത്തെ സ്കൂൾ കുട്ടികളാണ് പോകുന്നത്, പിന്നീട് വലിയവർ വരാൻ തുടങ്ങി. അങ്ങനെ ഇന്നിപ്പോൾ തീർത്ഥാടന മേഖലയായി അത് മാറിയിരിക്കുന്നു. ഭാരതത്തിന്റെ ലിസ്യുവായി മാറി. എങ്ങനെ കല്ലറകൾ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സുന്ദരമായ ആഘോഷമാണ് ഈ അനുസ്മരണ ദിനം എന്നെനിക്ക് തോന്നുകയാണ്. നമുക്ക് ജീവിക്കുന്നത് എന്തിന്? കല്ലറകളെ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ. ആരുടെ കല്ലറകളാണ്? നമ്മുടെ തന്നെ. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടതാണ് ഈ ജ്ഞാനത്തോട് സഹകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ നിലകൊള്ളുക എന്നത് തന്നെയാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ ചൈതന്യത്തിൽ തന്റെ ജീവിതത്തെ മുഴുവനായും സമർപ്പിച്ചു. ഈശോയോടുള്ള ബന്ധം എന്ന് പറയുന്നതിനെ ഒരു വ്യക്തിബന്ധം എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഒരു വ്യക്തിയോട് ഐക്യപ്പെട്ട് നിൽക്കുന്നത് പോലെ ഐക്യപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഈശോ തന്നെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിന്നതെന്ന് നിങ്ങൾ അറിയണം. ഈശോ പിതാവിനോട് ഇങ്ങനെ ഐക്യപ്പെട്ടിരുന്നു. യോഹന്നാൻ സുവിശേഷം അതിമനോഹരമായ ഒരു കാഴ്ച തരുന്നുണ്ട്. 1-ാം അധ്യായം 18-ാം വാക്യം. എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോയിലൂടെയാണെന്ന് യോഹന്നാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ അതെങ്ങനെയാണ് എന്നും കൂടി യോഹന്നാൻ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, പിതാവുമായി ഗാഠബന്ധത്തിലായിരുന്ന പുത്രനാണ് നമുക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നാണ്. പിതാവുമായി ഗാഠബന്ധത്തിലായിരുന്ന പുത്രനാണ് നമുക്കിത് വെളിപ്പെടുത്തിയത്. നോക്കുക, ഈശോ ജ്ഞാനം പങ്കുവെച്ചു. എങ്ങനെ? പിതാവിനോടുള്ള ഗാഠബന്ധത്തിൽ കഴിഞ്ഞു. മോൺസിഞ്ഞോ നമുക്ക് സന്യാസി സമൂഹത്തിന് മക്കൾക്ക് ജ്ഞാനം പങ്കുവെച്ചു. എങ്ങനെ? ഈശോയുള്ള ഗാഠബന്ധത്തിൽ. അതിനാൽ ഈ ഗാഠബന്ധത്തിന്റെ വഴി മാറ്റി വേറൊരു വഴിയിലൂടെ ജ്ഞാനം പങ്കുവയ്ക്കാമെന്നോ ദൈവരാജ്യം സ്ഥാപിക്കാമെന്നോ എന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ നാം വഴിമാറി ചിന്തിക്കുന്നവരായി തീരും എന്ന് ഓർത്തിരിക്കുക. ഈ വഴി അതിനാൽ കുരിശിന്റെ വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെ നമ്മൾ കുരിശ് സഹിച്ച് ഇപ്രകാരം സമർപ്പണം നടത്തുന്നു, അവിടെ വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഞങ്ങളെ പോലുള്ളവരുടെ ഇടവക ജീവിതത്തിൽ കിട്ടുന്ന പാഠം. ഞാനും ഇവിടെ അച്ഛനുമൊക്കെ വർഷങ്ങളായി ഇടവകയിലൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ളവരാണ്. എവിടെ ഫലസമൃദ്ധമായ വിളവ് കൊയ്യാനായിട്ട് കഴിയുന്നു അവിടെ അതിന്റെ പിന്നാമ്പുറത്ത് ത്യാഗത്തിന്റെ, സകലത്തിന്റെ, കുരിശിന്റെ വഴികൾ താണ്ടണം എന്നത് അതും ഈശോ നൽകുന്ന ജ്ഞാനത്തിന്റെ വഴിയാണ്. അതിനാൽ പ്രിയമുള്ളവർ, ഇന്ന ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ചെറിയ ലക്ഷ്യങ്ങളെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുമനസ്സാണ് എന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ഉത്തമമായി സമർപ്പിക്കുവാൻ തമ്പുരാൻ കൃപ നൽകുന്നതിന് വേണ്ടി ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ.
നിനക്കുണ്ടായിരുന്ന മഹത്വത്തിന് ഞങ്ങൾ പങ്കുകാരാകാൻ വേണ്ടി അനുദിനം ഞങ്ങൾ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സകല ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന് തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, മിശിഹായുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപനധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ കൃപയായി ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും നാമത്തിൽ നിക്ഷേപിക്കുന്ന സ്നേഹത്തിന്റെ വിലയുള്ളൂ. തന്റെ ജീവനും സ്നേഹവും ദൈവത്തിനും ദൈവജനത്തിനും വിലയായി നൽകിയ ദേവദാസൻ ജോസഫ് പഞ്ഞക്കാരനച്ഛൻ്റെ സുഗന്ധവഴികളിലൂടെ നടന്നു നീങ്ങുവാൻ ഞങ്ങളെ അനുവദിച്ച സ്നേഹപിതാവേ, അങ്ങേക്ക് നന്ദി. ഞങ്ങളുടെ വന്യസ്ഥാപക പിതാവിൻ്റെ ദൈവിക പുണ്യങ്ങൾ ഞങ്ങളിൽ ഓരോരുത്തരിലും വളരുവാൻ, അച്ഛനെ നിറഞ്ഞു നിന്ന കരുണാകര സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ നാമകരണ നടപടികൾ ആത്മാവിന്റെ കൃപയാൽ പൂർത്തിയാക്കുവാൻ ഇടവരുത്തണമേ എന്ന്, അതുവഴി അച്ഛനിലൂടെ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധരത്തിൽ ജ്ഞാനവും വാക്കുകളിൽ പ്രബോധനവുമായി ഈ തിരുവൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന മാനന്തവാടി രൂപതയുടെ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗല പിതാവിനെ ദൈവിക സംരക്ഷണത്തിനായി ഞങ്ങൾ ധനമേൽപ്പിക്കുന്നു. ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കണമേ. ശുശ്രൂഷകളെ ആത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ. പാതകളിലും പാദങ്ങൾക്കും വചന വെളിച്ചമായി കൂടെ നടക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധങ്ങളിലുമായ പീഡനം അനുഭവിച്ച് വീണ്ടെടുത്ത ജനമായ സഭ അങ്ങയുടേതാവുന്നു. ദൈവസ്വഭാവത്തിലംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാചര്യത്തിലെ സവിശേഷങ്ങളാവുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങക്കാരുടെ ആന്തരികത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും ഉണ്ടാകും. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭോജനം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. Amen.
പാവനമേ ബലിയിൽ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. എല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുത്തെ വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തെരഞ്ഞെടുക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രൻ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ
നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ബിഷപ്പ്മാരും മെത്രാപ്പോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഞങ്ങളൊന്ന് ഏർന്നർപ്പിക്കുന്ന ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീക്ഷണം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാന്തരികളാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും അർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരി, വിഷ്ണുവായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ഓടത്തുണ്ടാകെ
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മാത്രമേതത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ കരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ് അവിടുത്തെ തിരുനാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാരൂപത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാനീ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീ ജീവനെ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും
അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ വിലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ യുദ്ധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടുത്ത ബന്ധുതരും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും വൈരുദ്ധ്യനവും പരിശുദ്ധവും ജേതായും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാതൊരുപുറം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടലെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോട് വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഗണമഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അവതരണത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായേതും നിന്റെ നാമത്തിൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാവുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാവുന്നു. എങ്കിലും സദൃവും പരിശുദ്ധവും ജീവദായകവും ദിവ്യമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെ കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിന് ആത്മാക്കൾ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ചവന് വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യാധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. വിശ്വാസമാകുന്ന പാറമേ, സർവ്വയെ പണിതുയർത്തുകയും സ്നേഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരായ മൽപ്പാന്മാരെയും സഭയ്ക്ക് നൽകുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹ തന്റെ സഭയെ വിജയമകുടം ചൂടിച്ചു. എല്ലാ അധരങ്ങളിൽ നിന്നും അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
നിന്നെ പുൽകാൻ പ്രാണനേ. നിന്നെ കാണാൻ യേശുവേ, നിന്നെ പുൽകാൻ പ്രാണനേ. നാമത്തിൽ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാളുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവസങ്ങളിൽ പങ്കുകൊള്ളാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ മൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ കൃപാപൂർവ്വം യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അക്ഷരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടകളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടുകളുള്ളവരെ പ്രത്യാശിക്കും. നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ ബുദ്ധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായും നീക്കും. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
തരത്തിലുള്ള ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. വിശുദ്ധരിൽ സംപ്രീതനായ ദൈവമേ, മൗനമായ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കാം. മാധ്യസ്ഥം വഴിയായി നന്ദിയുടെ ഒരു വാക്ക്. ദൈവാനുഗ്രഹത്തിൻ്റെ ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നന്ദിയുടെ ഒരു വാക്ക്. എന്നിലും എന്നിൽ നിന്നും എന്നാലും എൻ്റെ ചുറ്റിലും എനിക്കുള്ള എല്ലാറ്റിലും അങ്ങേ അത്യുന്നതവും സ്നേഹനിമവും നീതിപൂർവവുമായ ദൈവതിരുമനസ് നിറവേറട്ടെ. ജീവിതം മുഴുവൻ ദൈവഹിതം നിർവഹിച്ച് അത്യുന്നത ദൈവത്തെ മഹത്വപ്പെടുത്തിയും കരുണാർദ്ര ശുശ്രൂഷയിലൂടെ സഹോദര സ്നേഹത്തെ നീതിപൂർവകമാക്കിയും MSJ എന്ന സഭാതരുവിനെ വളർത്തിയും പരിപാലിച്ചും പോഷിപ്പിച്ചും ഇന്ന് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഈ നിമിഷങ്ങളിൽ നമ്മളിൽ ഓരോരുത്തരിലേക്കും വർഷിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 7:15 ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക: ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുമെന്ന്. അതെ, ഈ ദൈവവചനം അന്വർത്ഥമാക്കിക്കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു ബലിയിലൂടെ ദൈവാനുഗ്രഹം നമ്മിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നാം ഓരോരുത്തരിലേക്കും നിറഞ്ഞൊഴുകുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 22:15 ഇങ്ങനെ പറയും: നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതം അറിയുവാനും നീതിമാനായവനെ ദർശിക്കുവാനും അവന്റെ അധരങ്ങളിൽ നിന്നുള്ള വചനം ശ്രവിക്കുവാനും അവിടുന്ന് നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന്. അതെ, കൃപ നിറഞ്ഞ ബലിയിലൂടെയും അനുഗ്രഹ പ്രഭാഷണത്തിലൂടെയും ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചത് മാനന്തവാടി രൂപതയുടെ സഹായം നൽകാൻ അഭിവന്യ അലക്സ് താരാമംഗലം പിതാവാണ്. പ്രിയമുള്ള പിതാവിന് MSJ സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറലായ മദർ ഫിലോമിയുടെ പേരിലും എവിടെയായിരിക്കുന്ന ഓരോ സഹോദരിയുടെ പേരിലും ഈ ദൈവാരാധന സമൂഹത്തിന്റെ പേരിലും ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ ദൈവവചനം അന്വർത്ഥമാക്കിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ സാന്നിധ്യമായിരുന്നുകൊണ്ട് ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പോൾ അവരുപാട് വൈദികൻ ഇന്ന് സഹകാർമ്മികനായിരുന്നുകൊണ്ട് നമുക്കൊപ്പം ബലിയർപ്പിച്ചു. ഹൃദയപൂർവ്വം ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം കൂടെയായിരുന്ന് ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സഹവൈദികനും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ കാര്യത്തിലും MSJയുടെ താങ്ങും തണലുമായിരുന്നുകൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം
സഹകരിച്ചുകൊണ്ടും സാന്നിധ്യം അറിയിച്ചുകൊണ്ടും നമ്മൾക്കൊപ്പമായിരിക്കുന്ന MSA സന്യാസിനി സമൂഹത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന മദർ ഫിലോമിക്കും അതോടൊപ്പം എല്ലാ ടീം അംഗങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ ദേവാലയവും അതോടൊപ്പം കബറിടവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയോടും വൃത്തിയോടും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയത് സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലായ സിസ്റ്റർ അഭയവും ടീം അംഗങ്ങളുമാണ്. ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്ററിനും ടീം അംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവാരാധനയിൽ പങ്കെടുത്ത് ഇവിടെയായാലും പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടിയ എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും മറ്റു പലയിടങ്ങളിൽ നിന്നായിട്ട് വന്നിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നന്ദി. ഉടൻ തന്നെ ഓഫീസിനായി കന്യകാരനച്ഛൻ്റെ കബറിടത്തിലേക്ക് നമുക്ക് നീങ്ങാം. പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ പ്രകൃതിക്കും മഹിമയോടെ കർത്താവെയുമ്പോൾ കരുണയോടെ നല്ലവർ Isabak Yaakov Mahida
പരിശുദ്ധാത്മാവായ സർവേശ്വരായ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരോടുകൂടി വാൻമേൽ നീ പ്രദക്ഷിണാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യരക്ഷകരായ കപടം നേരുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർക്ക് അർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണ്ണമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് ശക്തമാക്കപ്പെടുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ വത്സരപിതാവിനെ അധികാരത്തിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയാഗ്രഹവും നിരന്തരം വസിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിജയത്തിന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ്. ആകാശത്തെ പ്രളയത്തിക്കുകയും വയലിനെ ചെയ്യുന്ന കരുമാനായ അങ്ങയുടെ ഭയങ്കരമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേനക്കായി നൽകിയിരിക്കുന്ന ഈ നേർച്ച വസ്തുക്കൾ അവിടുന്ന് ആശീർവദിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യവും ശാരീരികമായ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പ്രധാനമാകട്ടെ. അങ്ങയുടെ ദാനങ്ങളിൽ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഇഷ്ടപ്പെടാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾ കഴിയണമേ. അങ്ങയുടെ വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് അനുഭവിക്കുവാൻ അവതാരം ഞങ്ങളെ ചെറിയണമേ. ഈ നേർച്ച വസ്തുക്കളെയും ഇത് ഭക്ഷിക്കുന്ന ഞങ്ങളെയും അങ്ങ് കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും, കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും സേവന നിരതമാം ജീവിത ദർശനം സ്വന്തമാക്കി പദത്തിനാക്കി. സേവന നിരതമാം ജീവിത ദർശനം സ്വന്തമാക്കി കർമ്മപഥത്തിലാക്കി. കരുണാർദ്ര സ്നേഹപ്രവാചകനമങ്ങേ ജീവിതമെത്രയോ ധന്യം. കരുണാർദ്ര സ്നേഹപ്രവാചകനമങ്ങേ ജീവിതമെത്രയോ ധന്യം. ജീവിതമെത്രയോ ധന്യം. കുരിശിന്റെ ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ സാധുക്കളോടുള്ള കരുണയാലേ
ആത്മാക്കൾക്കായുള്ള ദാഹത്താലേ സാധുക്കളോടുള്ള കരുണയാലേ ആത്മാക്കൾക്കായുള്ള ദാഹത്താലേ ചെറിയവനൊരുവനു ചെയ്യുവതെല്ലാം കർത്താവിനാണെന്ന ചിന്തയാലേ ചെറിയവനൊരുവനു ചെയ്യുവതെല്ലാം കർത്താവിനാണെന്ന ചിന്തയാലേ അങ്ങു തുടങ്ങിയ പ്രേഷിത വേലകൾ തുടരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങു തുടങ്ങിയ പ്രേഷിത വേലകൾ തുടരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ തുടരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഒരു ചുവട്ടിൽ നിന്നും ക്രൂശിത സ്നേഹത്തിൽ നിന്നും സന്യാസസിദ്ധിയും ശുശ്രൂഷയും ക്രിസ്താനുകരണത്തിൻ മാർഗമായി സന്യാസസിദ്ധിയും ശുശ്രൂഷയും ക്രിസ്താനുകരണത്തിൻ മാർഗമായി ദിവ്യകാരുണ്യവും തിരുഹൃദയവുമെന്നും പ്രേഷിതനങ്ങുതൻ ശക്തിയായി ദിവ്യകാരുണ്യവും തിരുഹൃദയവുമെന്നും പ്രേഷിതനങ്ങുതൻ ശക്തിയായി ക്രൂശിതനോടുള്ള ഭക്തിയും സ്നേഹവും ഞങ്ങളിൽ നിറയുവാൻ പ്രാർത്ഥിക്കണേ ക്രൂശിതനോടുള്ള സ്നേഹവും ഭക്തിയും ഞങ്ങളിൽ നിറയുവാൻ പ്രാർത്ഥിക്കണേ ഞങ്ങളിൽ നിറയുവാൻ പ്രാർത്ഥിക്കണേ